പിന്നെ മാമിച്ചി കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ണിയുടെ ഗിഫ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, അതുനുമ്മിയുടെ വക ഗിഫ്റ്റ്. ഗിഫ്റ്റ് അതുനുണ്ടല്ലോ. അതെന്താ മമ്മയ എന്താ മേടിച്ചേക്കണേ? സൈക്കിൾ. സൈക്കിൾ ഓൾറെഡി ഓർമ്മയുണ്ട്. സൈക്കിളിന് വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാൽ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചായിരുന്നു മേടിച്ചാണ്. ടോയ്സ് ആണ് ഇപ്പൊ താല്പര്യം. സൈക്കിൾ മേടിച്ചൊന്ന് എത്തി നോക്കാം. ടോയ്സ് മേടിക്കാൻ പോയപ്പോൾ ഇനി വണ്ടി ആദ്യം അത് കണ്ടിരുന്നു. ഇത് വേണമെന്നൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞു. പിന്നെ വേറെ ടോയ്സ് ഒക്കെ എടുത്തപ്പോൾ പിന്നെ ഇത് വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം ടോയ് തന്നെ അവർക്ക് കിട്ടി. അത് കുറച്ചായിട്ട് മിക്സ് ചെയ്യുന്ന വണ്ടി, ആംബുലൻസ് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അതായത് മിറ്റിലൊക്കെ മിക്സ് ചെയ്യുന്ന വണ്ടിയും ആംബുലൻസിൻ്റെ വണ്ടിയും വേണമെന്ന്. ഇപ്പോൾ ബർത്ത്ഡേ ആവട്ടെ അന്നേരം മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റിൽ തന്നെ മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഒരു ടൈം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. ഇന്നൊരു ടൈമിൽ വരെ മേടിച്ച് തരാം, ആ ഒരു ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് നല്ലതായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അവർ പറയുന്ന സമയത്ത് തന്നെ മേടിച്ച് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ്. കുട്ടികൾ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അത് ആ ഉടനെ തന്നെ ആ ഇൻസ്റ്റന്റിൽ തന്നെ നമ്മൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഫീൽ വരും. അതായത് അവർ എന്ത് ചോദിച്ചാലും അപ്പോൾ തന്നെ കിട്ടും എന്നൊരു മെന്റാലിറ്റി കുട്ടികളുടെ ഉള്ളിലുണ്ടാവും. എന്തും ആയിക്കോട്ടെ, കുട്ടികൾ പറയുന്നതിന് ഒരു ടൈം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ ടൈം വരെ കുട്ടികളെ കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല എങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ എന്തും കിട്ടും, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാൻ താല്പര്യക്കുറവ്, അതൊക്കെ കുട്ടികൾക്ക് തോന്നും. ആവശ്യപ്പെടുന്നത് ആ ഇൻസ്റ്റന്റിൽ തന്നെ കിട്ടിയില്ല എങ്കിൽ വാശി എല്ലായ്പ്പോഴും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. മേടിച്ചു കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും, അപ്പോൾ അത് മേടിച്ചു കൊടുക്കുക. അങ്ങനെ കുറച്ച് അവനെ വെയിറ്റ് ചെയ്യിപ്പിച്ചതാണ് ഈ വണ്ടി. ആംബുലൻസിൻ്റെതും ഈ മിക്സ് ചെയ്യണ വണ്ടിയും വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. ബർത്ത്ഡേ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ആ ഒരു ടൈമിൽ തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ടൈമിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ആ ടൈമിൽ കൊടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുകയും ചെയ്യണം. പിന്നെ ഇതെല്ലാം ആദുവിന് കൊടുത്തപ്പോൾ ഇച്ചുവിനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇച്ചുവിന് വേണ്ടിയിട്ട് ചെറിയൊരു ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും അവിടെ കിട്ടിയില്ല. നമുക്ക് ഒരുപാട് കട കയറി കിടക്കാനുള്ളൊരു ടൈമും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു നമ്മൾ പിരിക്കുമ്പോൾ മൂവ് ചെയ്യുന്ന ചെറിയൊരു ടോയ് മാത്രം കുഞ്ഞിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതത്ര വർക്കിങ്ങും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫുഡിന് മന്തിയാണ് എടുത്തിരിക്കുന്നത്. മന്തി മേടിച്ചിട്ട് വന്നു. ഇനി മന്തി ഉണ്ട്, പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക്
കഴിക്കാം. പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുട്ടികൾ രണ്ടാളും ടോയ്സ് ഒക്കെ എടുത്തിരിക്കുന്നുണ്ട്. ലൈറ്റ് ഒക്കെ തെളിയുന്നുണ്ടായിരുന്നു. ഇസുവിന് ഇഷ്ടപ്പെട്ട് അതുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. ഹാഫ് മന്തിയാണ് കേട്ടോ മേടിച്ചത്. ഓൾറെഡി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി കുഞ്ഞിനുള്ള ടോയ്സും സൈക്കിളൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ ലേറ്റായി. സോ ബീഫ് കറി ഒന്നും വെക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് മന്തി മേടിച്ചിട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും അത് കുറച്ച് കഴിക്കാം, ബാക്കിയുള്ള ചോറും കഴിക്കാം. ബീഫ് ഒലത്തിയത് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നല്ലപോലെ ടൈം ഒത്തിരി ലേറ്റായി കേട്ടോ. ഈ ചോറൊക്കെ കഴിച്ച് എല്ലാവരും ഒരേ 7up ഒക്കെ കുടിച്ചിട്ട് ഇനി പായസം കൂടി കുടിക്കാൻ. എൻ്റെ ഓൾറെഡി വയറ് ഫില്ലാണ്, എന്നാലും പായസം കൂടി കുടിക്കുന്നുണ്ട്. ആദ്യമൊക്കെ കൊച്ചിന് സൈക്കിളിൽ കയറി ഇരിക്കാൻ പേടിയുണ്ടായിരുന്നു, കുറച്ചുകൂടി ഹൈറ്റിലുള്ള സൈക്കിൾ ആയതുകൊണ്ട്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ തനിയെ ചവിട്ടാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.